ലോകത്തിൽ ഏറ്റവും അധികം സ്ത്രീവിരുദ്ധ നിയമങ്ങൾ ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ. സ്ത്രീകൾക്ക് ഒരു തരത്തിലുമുള്ള സ്വാതന്ത്ര്യം മതനിയമങ്ങൾ അനുവദിക്കുന്നില്ല. സ്ത്രീകൾക്ക് സമക്ഷത്തിൽ ഇറങ്ങാൻ പോലുമുള്ള അനുമതിയില്ല. സ്ത്രീകൾക്ക് ഡ്രൈവ് ചെയ്യുന്നതിനോ സ്ത്രീകൾക്ക് തുറസായ സ്ഥലങ്ങളിൽ പൊതുസ്ഥലത്ത് ഇറങ്ങി നടക്കുന്നതിനോ പോലുമുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. തീർത്തും മതനിയമപ്രകാരമുള്ള ശരീഅത്ത് നിയമപ്രകാരമുള്ള ഭരണകൂടത്തിന്റെ ഭരണത്തിലൂടെ മുന്നോട്ട് പോകുന്ന രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീവിരുദ്ധ ഭരണകൂടം ഏത് എന്ന് ചോദിച്ചാൽ യാതൊരു സംശയത്തിനും ഇടയില്ലാതെ നമുക്ക് ഉറക്കെ പറയാം, അത് ഇറാനാണ്. ആ ഇറാനിലെ സ്ത്രീവിരുദ്ധമായ മതഭരണകൂടത്തിന്റെ ചട്ടക്കൂടുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറുകയാണ്. സ്ത്രീകൾ ഭരണകൂടത്തിനെതിരെ, ഭരണകൂടത്തിന്റെ ആയത്തുള്ള അലി ഖമീനി എന്ന പരമോന്നത നേതാവിനെതിരെ, മത ഭരണകൂടത്തിന്റെ ചിഹ്നങ്ങൾക്കെതിരെ വലിയ ആക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ട് തെരുവിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുന്നു. ഹിജാബുമായി ബന്ധപ്പെട്ട 90കളിൽ ഉണ്ടായ വലിയ കലാപം, ആ കലാപത്തെ ഭരണകൂടത്തിന്റെ ഭീകരത ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തിയ ഇറാൻ ഭരണകൂടം ഒടുവിൽ 2022 മഹ്സ അമിനി എന്ന 22കാരിയുടെ ശിരോവസ്ത്ര വിവാദവുമായി ബന്ധപ്പെട്ട് പൊട്ടിപ്പുറപ്പെട്ട കലാപം ഇറാനിൽ നൂറുകണക്കിന് സ്ത്രീകളുടെയും നൂറുകണക്കിന് ഇറാനികളുടെയും ജീവൻ നഷ്ടപ്പെട്ട, 20,000-ലധികം പേർ അറസ്റ്റിലാക്കപ്പെട്ട, കൽത്തുറങ്കലിലടക്കപ്പെട്ട ആ സമരം, ആ പ്രക്ഷോഭത്തെ പോലും ഭരണകൂടത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തുകയായിരുന്നു ഇറാന്റെ മത ഭരണകൂടം. ഇപ്പോൾ ഇതാ 2022 ആ മതഭരണകൂടത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുകയാണ്. 2025 പൊട്ടിപ്പുറപ്പെട്ട ജനകീയ പ്രക്ഷോഭം അത് ഇറാന്റെ ചരിത്രം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. 48ഓളം പേർ ഇതിനകം കൊല്ലപ്പെട്ട ഈ കലാപം ഇറാൻ ഭരണകൂടത്തിന് അടിച്ചമർത്താൻ കഴിയാത്തൊരു വലിയ ജനകീയ പ്രക്ഷോഭമായി മാറുകയാണ്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ ജനകീയ പ്രക്ഷോഭത്തെ ഇപ്പോഴും അടിച്ചമർത്താൻ തന്നെയാണ് ആയത്തുള്ള അലി ഖമീനിയുടെയും മസൂദ് പെഷസ്കിയാന്റെയും തീരുമാനം. എന്നാൽ ഈ സൈന്യത്തിന്റെ തോക്കുകൾക്ക് മുന്നിൽ, സൈന്യത്തിന്റെ പീരങ്കൾക്ക് മുന്നിൽ ഈ സമരം അവസാനിപ്പിക്കില്ല. ഈ സമരം ഇറാന്റെ വിമോചനത്തിന് വേണ്ടിയുള്ള സമരമാണ് എന്ന് പ്രതിപക്ഷ ശബ്ദം ഉറക്കെ പറയുന്നു. അവസാനത്തെ ഭരണാധികാരിയായ രാജാവിന്റെ മകന് വേണ്ടിയുള്ള വലിയ മുറവിളിയാണ് ഇപ്പോൾ ഇറാനിൽ എങ്ങും ഉയർന്നു കേൾക്കുന്നത്. മസൂദ് പെഷസ്കിയാൻ എന്ന മതവെറിയനായ പരമോന്നത നേതാവിന്റെയും അതുപോലെ തന്നെ നിലവിൽ ഇറാൻ ഭരണകൂടത്തിന്റെ പ്രസിഡന്റിന്റെയും ഒക്കെ ശവത്തിന് വേണ്ടിയും അവരുടെ രക്തത്തിന് വേണ്ടിയും ദ്രാഹിക്കുന്ന ഒരു ജനത. മസൂദ് പെഷസ്കിയാന്റെയും അതുപോലെ ആയത്തുള്ള അലി ഖമേനിയുടെയും ചിത്രങ്ങൾ തെരുവുകൾ കത്തിക്കുന്ന സ്ത്രീകൾ, ആ ചിത്രങ്ങൾ കത്തിക്കുന്ന തീയിൽ നിന്ന് സിഗരറ്റ് പുകയ്ക്കുന്ന ഇറാനിയൻ സ്ത്രീകൾ, ഇത് ഏതെങ്കിലും ഒരു സിനിമയിലെ കാഴ്ചയല്ല. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായി പ്രചരിക്കുന്ന ഇറാനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. പൊറുതിമുട്ടി സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഇറാനിയൻ ജനതയുടെ ഏറ്റവും വലിയ ഒരു ചിത്രമായി മാറപ്പെടുകയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു യഥാർത്ഥ രേഖാചിത്രമായി മാറപ്പെടുകയാണ് ഇറാനിലെ ജനകീയ പ്രക്ഷോഭത്തിന്റെ ചിത്രങ്ങൾ. തെരുവുകളിൽ ഇറാനിയൻ ജനതകൾ ഇറങ്ങിയിരിക്കുന്നു. അവർ ശിരോവസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നു, അവർ ഹിജാബ് ഉപേക്ഷിക്കുന്നു. അവർ ഹിജാബ് ഇല്ലാതെ, ശിരോവസ്ത്രങ്ങളില്ലാതെ ഇറാന്റെ തെരുവുകളിൽ ഭരണകൂടത്തിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ ഉയർത്തുകയാണ്, ഭരണകൂടത്തിനെതിരെ വലിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയാണ്. അവർ അവരുടെ ഭരണാധികാരിയുടെ ജീവന് വേണ്ടി അവർ നിലവിളിക്കുകയാണ്. അവരെ വധിക്കാൻ വേണ്ടി അവർ ഘോരഘോരം ശബ്ദമുയർത്തുകയാണ്. ഇതാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് പുറത്തു വരുന്ന ഒരു കാഴ്ച. മതഭരണകൂടം എത്രത്തോളം ഒരു രാജ്യത്തെ ജനങ്ങളെ ഇല്ലായ്മ ചെയ്യുമെന്നും ഒരു രാജ്യത്തിന്റെ ജനതയുടെ സ്വാതന്ത്ര്യം എത്രമാത്രം കവർന്നെടുക്കുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇറാൻ. ലോകത്തെ ഏറ്റവും അധികം അടിച്ചമർത്തപ്പെട്ട സ്ത്രീ സമൂഹമുള്ള ഒരു രാജ്യം ഏതാണ്? ചോദ്യത്തിന് മറ്റൊരു ഉത്തരമില്ല, ഇറാൻ തന്നെയാണ്. മഹ്സീന അമിനി എന്ന 22കാരിയായ പെൺകുട്ടി ശിരോവസ്ത്രം യഥാർത്ഥ രീതിയിൽ ധരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തുള്ള അലി ഖമേനിയുടെ ഭരണകൂടം കസ്റ്റഡിയിലെടുത്ത അമിനി പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. ഭരണകൂടത്തിന്റെ ക്രൂരത കൊണ്ട് ആ അമിനി എന്ന 22കാരി കൊല്ലപ്പെട്ടതിന്റെ പിന്നാലെ വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള വലിയ പ്രക്ഷോഭങ്ങളാണ് ഇറാനിൽ അരങ്ങേറിയത്. എന്നാൽ എന്ത് സംഭവിച്ചു? ഇറാന്റെ ഈ മതഭരണകൂടം, ഈ നെറികെട്ട ഭരണകൂടം, ഈ ഇസ്ലാമിക ഭീകരത തലയ്ക്ക് പിടിച്ച ഈ ഭരണകൂടം ആ ജനകീയ പ്രക്ഷോഭത്തെയും അടിച്ചമർത്തി. ജനകീയ പ്രക്ഷോഭകാരികളെ തെരുവുകളിട്ട് വധിച്ചു, സ്ത്രീകളെയും കുട്ടികളെയും വെടിവെച്ചു കൊന്നു. അങ്ങനെ ഇറാന്റെ തെരുവുകൾ വീണ്ടും ചോരക്കളമാക്കി. ഇപ്പോൾ ഇതാ പക്ഷേ ഈ
2026 നടക്കുന്ന ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ അത്ര വേഗമെന്നും ഇറാൻ ഭരണകൂടത്തിന് കഴിയില്ല. കാരണം അതൊരു ജനകീയ വിപ്ലവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇറാന്റെ തലവര മാറ്റുന്ന, ഇറാനിലെ മതഭരണകൂടത്തെ അട്ടിമറിക്കാൻ പോകുന്ന ഒരു വലിയ ജനകീയ പ്രക്ഷോഭമായി അത് മാറിയിരിക്കുകയാണ്. ഈ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന്റെ കാഹളം മുഴങ്ങുകയാണ്. ഇറാനിൽ സ്ത്രീകളുടെ സർവ്വ സ്വാതന്ത്ര്യത്തിന്റെ വലിയ പ്രഖ്യാപനം ഉണ്ടാവുകയാണ്. തെരുവുകളിൽ ഖമേനിയുടെ ചിത്രം കത്തിക്കുന്ന ഇറാൻ സ്ത്രീകൾ, ആ ചിത്രത്തിൽ നിന്ന് സിഗരറ്റ് പുകയ്ക്കുന്ന ഇറാൻ സ്ത്രീകളുടെ ഏറ്റവും വലിയ ദൃശ്യങ്ങളാണ്, വൈറൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇറാനിൽ നിന്നും പുറത്തു വരുന്നത്. ഇറാനിൽ പൊട്ടിപ്പുറപ്പെട്ട ജനകീയ പ്രക്ഷോഭം അത് 13 ദിവസം പിന്നിടുമ്പോൾ 50-ലധികം ആളുകൾ കൊല്ലപ്പെട്ടുവെന്നാണ് ഇറാന്റെ ഔദ്യോഗിക കണക്ക്. എന്നാൽ അനൗദ്യോഗികമായി കൊല്ലപ്പെട്ടവരുടെ സംഖ്യ ഇതിന്റെ പല ഇരട്ടി വരുമെന്നാണ് ഇപ്പോൾ ഇറാനിൽ നിന്നുള്ള മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. പണപ്പെരുപ്പവും വിലക്കയറ്റവും കൊണ്ടാണ് ദിവസങ്ങൾക്ക് മുൻപ് ഇറാനിൽ വ്യാപാരികളും വ്യവസായികളും കടയടച്ചിട്ടുള്ള പ്രക്ഷോഭം ആരംഭിച്ചത്. ഈ പ്രക്ഷോഭത്തിനൊപ്പം സർവകലാശാല വിദ്യാർത്ഥികളും ചേർന്നിരുന്നു. പിന്നീട് ഇതൊരു ജനകീയ കലാപമായി മാറി. എന്നാൽ ഈ കലാപത്തെ സംയമനത്തിലൂടെ പരിഹരിക്കുന്നതിനല്ലോ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയിലൂടെ ഇതിനെ പരിഹരിക്കുന്നതിനോ അല്ല ഇറാൻ ഭരണകൂടം തയ്യാറായത്. ഈ ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്താനും പ്രക്ഷോഭക്കാർക്ക് നേരെ തോക്കെടുക്കുകയും അവരേക്ക് നേരെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനുമാണ് ഇറാൻ ഭരണകൂടം ശ്രമിച്ചത്. ഇതോടുകൂടി ജനകീയ പ്രതിരോധം, ജനകീയ പ്രക്ഷോഭം വലിയൊരു രാഷ്ട്രീയ കലാപമായി മാറി. അങ്ങനെ നിരവധി പേർ കൊല്ലപ്പെട്ടു ഏറ്റുമുട്ടലുകളിൽ. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന ഇറാന്റെ സൈന്യം സ്വന്തം ജനതയ്ക്ക് നേരെ വെടിയുതിർക്കുകയും റോക്കറ്റുകളും ബോംബുകളും വർഷിക്കുകയും ചെയ്യുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ഇറാന്റെ തെരുവുകളിൽ, പ്രത്യേകിച്ച് ടെഹ്റാനിലും പരിസര പ്രദേശങ്ങളിലും നമ്മൾ കാണുന്നത്. എന്തായാലും ഈ ജനകീയ പ്രക്ഷോഭം എല്ലാ സീമകളെയും മറികടന്നുകൊണ്ട് ഇപ്പോൾ ഇറാന്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന, ഇറാന്റെ ചരിത്രം തിരുത്തിക്കുറിക്കുന്ന വലിയൊരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും നിർണായകമായ വിവരങ്ങൾ. ഇറാനിലെ ഈ ജനകീയ പ്രക്ഷോഭത്തിനെതിരെയുള്ള സർക്കാരിന്റെ നിലപാടിൽ അമേരിക്ക തങ്ങളുടെ ശക്തമായ വിയോജിപ്പ് അറിയിച്ചിരിക്കുന്നു. പ്രക്ഷോഭകാരികൾക്ക് നേരെ ഇനിയും വെടിയുതിർക്കാനും അക്രമത്തിനുമാണ് ഇറാൻ ഭരണകൂടം തയ്യാറാകുന്നതെങ്കിൽ ആയത്തുള്ള അലി ഖമേനിയെ വധിക്കുമെന്നുള്ള വമ്പൻ മുന്നറിയിപ്പ് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത്.